ഇതുപോലത്തെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിക്കും. അധികം ആൾക്കാരും ക്യാമറന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ഫോൺ വാങ്ങിക്കുക തന്നെ ചെയ്യുക. അടിപൊളി ക്യാമറ ആണോ, എത്ര മെഗാ പിക്സലിന്റെ ക്യാമറ ആണ്, അത് ക്യാമറ പ്രോസസ്സർ ഏതാണ്, ഇതൊക്കെ നോക്കും. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഫോണിന്റെ ക്യാമറയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചറുകളും ഉണ്ടാകുകയില്ല. അപ്പൊ ചില ഫീച്ചറുകൾ, നമുക്ക് അത്യാവശ്യമുള്ള ഫീച്ചറുകൾ നമ്മൾ വേറെ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കും. അതുപോലെ നമുക്ക് ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്യുക, അതുപോലെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പോക്കറ്റിലിട്ട ഫോണ്, അതിൻ്റെ സ്ക്രീൻ ഓഫ് ആണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നേരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കാണുന്നേരോ നമുക്ക് മൊബൈൽ എടുത്ത് അതിൻ്റെ ക്യാമറ ഓണാക്കി ഇങ്ങനെ എടുക്കാൻ മടിയാണെങ്കിൽ ക്യാമറ പുറത്തേക്കാക്കിയിട്ട് നമുക്ക് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ എന്ന് പറയുന്ന ഈ സാധനം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഉപകാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നതിൽ അഭിപ്രായം അറിയിക്കുക. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം കാണിക്കും. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ 1-2 പെർമിഷൻ ചോദിക്കും, അതും അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എവിടെയാണ് സ്റ്റോർ ആകേണ്ടി എന്നുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് ചൂസ് സ്റ്റോറേജ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗ്യാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഫോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഫോൾഡറിലാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ സേവ് ആകുക. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സംഭവം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ക്യാമറ ഐക്കണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ആവശ്യമില്ല അതല്ല. ഇവിടെ ഒരു 3 കുത്ത് കാണും, ആ കുത്തിലൊരു കുത്ത് കൊടുക്കുക. കുത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഷെഡ്യൂൾ വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒന്നും കാണില്ലല്ലോ. നമുക്ക് ആഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ദിവസവും ടൈമും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ടൈമിലാണോ വീഡിയോ റെക്കോർഡ് ആകേണ്ടി ആ ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. നാളെ ആണെങ്കിൽ ടുഡേ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നാളത്തെ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നാളത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഏത് ടൈമിലാണ് വീഡിയോ റെക്കോർഡ് ആകേണ്ടി എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 24 ഫോർമാറ്റിലാണുള്ളത്. നമുക്ക് ഏത് ടൈമാണോ വേണ്ടത് ആ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൽ മിനിമം 2 മിനിറ്റ് മുതൽ മാക്സിമം 30 മിനിറ്റ് വരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. എത്ര മിനിറ്റ് വേണമെന്നുള്ള അതും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് എത്ര മിനിറ്റ് വേണമെന്ന് ടൈപ്പ് ചെയ്താൽ മതി. 2 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് എടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ബാക്ക് ക്യാമറ ആണോ ഫ്രണ്ട് ക്യാമറ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റം വരുത്താം. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതിനുശേഷം മേലെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സേവ് കൊടുക്കുക. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ടൈമിൽ ക്യാമറ നമ്മളെ കയ്യിലോ പോക്കറ്റിലോ എവിടെയോ ആയിക്കോട്ടെ, അതിന്റെ സ്ക്രീൻ ഓണോ ഓഫോ എങ്ങനെ ആയിക്കോട്ടെ, ആ ടൈമിൽ വീഡിയോ റെക്കോർഡ് ആയിക്കോളും. അത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കിപ്പം വേറെ ആരും അറിയാണ്ട് സ്വകാര്യമായിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനും ഈ ഓപ്ഷൻ നല്ലതാണ്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയലുകൾ, റെക്കോർഡ് ചെയ്ത വീഡിയോകൾ ഇതിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ നടുക്കുള്ള ഒരു സംഭവം കാണുന്നുണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ ഇവിടെ ഉണ്ടാവും. ഞാനിപ്പം റെക്കോർഡ് ചെയ്തിരിക്കുന്നില്ല, ഷെഡ്യൂൾ ചെയ്തൊന്ന് കാണിച്ച് തന്നിക്കാളും റെക്കോർഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാതെ. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ക്യാമറ ഫോൾഡറിലും ഉണ്ടാവും. സംഭവം അങ്ങനെ ഉണ്ട്. നമുക്കിഷ്ടമുള്ള സമയത്ത് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റാരും അറിയാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റിയ നല്ലൊരു ക്യാമറ ആപ്ലിക്കേഷനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ. ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.